13/5/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, അനേകം ദേഹധാരികളിൽ നിന്നും പ്രീതി മാറ്റി ഒരു വിദേഹിയായ ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ സർവ അംഗങ്ങളും ശീതളമാകും. ചോദ്യം: ആരാണോ ദൈവിക കുലത്തിലെ ആത്മാക്കൾ, അവരുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: ദൈവിക കുലത്തിലുള്ള ആത്മാക്കൾക്ക് ഈ പഴയ ദേഹത്തോട് സഹജമായി തന്നെ വൈരാഗ്യം ഉണ്ടാകും. അവരുടെ ബുദ്ധി പരിധിയില്ലാത്തതിലായിരിക്കും. ശിവാലയത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അവർ പാവനമായ പുഷ്പമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യും. യാതൊരു ആസുരീയ പെരുമാറ്റവും നടത്തുകയില്ല. ഏതെങ്കിലും ആസുരീയ കർമ്മം ഉണ്ടായില്ലല്ലോ എന്ന് തൻ്റെ കണക്ക് വയ്ക്കും. ബാബയെ സത്യം കേൾപ്പിക്കും, യാതൊന്നും ഒളിപ്പിക്കുകയില്ല. ഗീതം: അവൻ നമ്മിൽ നിന്നും വേർപിരിയുകയില്ല. ഓം ശാന്തി. ഇപ്പോൾ ഇതെല്ലാം പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. പരിധിയുള്ള കാര്യങ്ങളെല്ലാം മാറിപ്പോകും. ലോകത്തിലാകട്ടെ അനേകം പേരെ ഓർമ്മിക്കാറുണ്ട്. അനേകം ദേഹധാരികളോട് പ്രീതിയുണ്ട്. വിദേഹി ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒന്നിനെ പരംപിത പരമാത്മാ ശിവൻ എന്ന് പറയുന്നു. നിങ്ങൾക്കിപ്പോൾ ആ ഒന്നിനോടൊപ്പം ബുദ്ധിയുടെ യോഗം ചേർക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ദേഹധാരിയെ ഓർമ്മിക്കുവാൻ പാടില്ല. ബ്രാഹ്മണരെയും മറ്റും കഴിപ്പിക്കുക, ഇതെല്ലാം കലിയുഗത്തിൻ്റെ ആചാരരീതികളാണ്. അവിടെയുള്ള ആചാരരീതികളും ഇവിടെയുള്ള ആചാരരീതികളും തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഒരു ദേഹധാരിയെയും ഓർമ്മിക്കേണ്ടതില്ല. ആ അവസ്ഥ വരുന്നത് വരെയും പുരുഷാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, എത്ര സാധിക്കുമോ പഴയ ലോകത്ത് ഉണ്ടായിരുന്നിട്ട് പോയവരോ അല്ലെങ്കിൽ ആരാണോ ഇപ്പോഴുള്ളത് ആ എല്ലാവരെയും മറക്കണം. മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ഇത് നടക്കണം. ആർക്ക് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കാം എന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. വന്ന് വേൾഡിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ മനസ്സിലാക്കൂ. അതിനെ ആരും അറിയുന്നില്ല. പാസ്റ്റ് എന്നാൽ എപ്പോൾ മുതൽ ആരംഭിച്ചു, പ്രസൻറ്റ് എന്നാൽ ഇപ്പോൾ എന്താണ്. ആരംഭിച്ചത് സത്യയുഗം മുതലാണ്. അപ്പോൾ സത്യയുഗം മുതൽ ഇതുവരെയുള്ളതും ഫ്യൂച്ചറിൽ എന്തുണ്ടാക്കണം എന്നുള്ളതും ലോകം തികച്ചും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. അതിനാലാണ് ചിത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നത്. ഇതാണ് വലുതും പരിധിയില്ലാത്തതുമായ നാടകം. അവർ അസത്യമായ പരിധിയുള്ള നാടകങ്ങൾ വളരെയധികം ഉണ്ടാക്കുന്നു. സ്റ്റോറി ഉണ്ടാക്കുന്നവർ വേറെയായിരിക്കും. നാടകത്തിൻ്റെ സീനറികൾ ഉണ്ടാക്കുന്നവർ വേറെയായിരിക്കും. ഈ മുഴുവൻ രഹസ്യവും ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ എന്തെല്ലാം കാണുന്നുവോ അവ ഉണ്ടായിരിക്കുകയില്ല. വിനാശമുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സത്യയോഗി പുതിയ ലോകത്തിൻ്റെ വളരെ നല്ല സീനറികൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. അജ്മീറിൽ സ്വർണ്ണ ദ്വാരകയുണ്ട്. അപ്പോൾ അതിൽ നിന്നും സീനറികൾ എടുത്ത് പുതിയ ലോകം പ്രത്യേകം തയ്യാറാക്കി പിന്നെ കാണിച്ചു കൊടുക്കൂ. ഈ പഴയ ലോകത്തിന് തീ പിടിക്കേണ്ടതുണ്ട്. ഇതിൻ്റെയും മാപ്പ് ഉണ്ടല്ലോ. ഈ പുതിയ ലോകം എമർജായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് നല്ല രീതിയിൽ തയ്യാറാക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്ത് മനുഷ്യരുടേത് തീർത്തും കല്ലുബുദ്ധിയാണ്. നിങ്ങൾ എത്ര മനസ്സിലാക്കിച്ചു കൊടുത്താലും ബുദ്ധിയിലിരിക്കുന്നില്ല. നാടകത്തിൻ്റെ ആൾക്കാർ സുന്ദരമായ സീനറികൾ ഉണ്ടാക്കുന്നത് പോലെ ആരിൽ നിന്നെങ്കിലും സഹായമെടുത്ത് സ്വർഗത്തിൻ്റെ വളരെ നല്ല സീനറികൾ ഉണ്ടാക്കണം. ആ ആൾക്കാർ നല്ല ഐഡിയ തരും, യുക്തി പറഞ്ഞു തരും. അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുത്ത് ഇങ്ങനെ നന്നായിട്ടുള്ളവ ഉണ്ടാക്കണം. അത് മനുഷ്യർ വന്ന് മനസ്സിലാക്കണം.
തീർച്ചയായും സത്യയുഗത്തിൽ ഒരു ധർമ്മമായിരുന്നു. കുട്ടികളായ നിങ്ങളിൽ ആർക്കാണോ ധാരണയുണ്ടാകുന്നത് അതും നമ്പർ വാറാണ്. ദേഹാഭിമാനി ബുദ്ധിയെ മോശമായത് എന്ന് പറയും, ദേഹി അഭിമാനിയെ പുഷ്പം എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ പുഷ്പമാവുകയാണ്. ദേഹാഭിമാനി ആയിരിക്കുന്നതിലൂടെ മുള്ളിൻ്റെയും മുള്ളായിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ ഈ പഴയ ലോകത്തോട് വൈരാഗ്യമുണ്ട്. നിങ്ങളുടേതാണ് പരിധിയില്ലാത്ത ബുദ്ധിയും പരിധിയില്ലാത്ത വൈരാഗ്യവും. നമുക്ക് ഈ വേശ്യാലയത്തോട് വളരെയധികം വെറുപ്പാണ്. ഇപ്പോൾ നമ്മൾ ശിവാലയത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പുഷ്പമായിക്കൊണ്ടിരിക്കുന്നു. ആയിക്കൊണ്ടിരിക്കവേ അഥവാ ഏതെങ്കിലും മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ ഇവരിൽ ഇപ്പോൾ ഭൂതത്തിൻ്റെ പ്രവേശനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരേ വീട്ടിൽ തന്നെ പതി ഹംസമായിക്കൊണ്ടിരിക്കുകയും പത്നി മനസ്സിലാക്കാതിരിക്കുകയും ആണെങ്കിൽ ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു, സഹിക്കേണ്ടി വരുന്നു. ഇവരുടെ ഭാഗ്യത്തിലില്ല എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും ദൈവിക കുലത്തിലേത് ആകാൻ പോകുന്നവരല്ല. ആരാണോ ആകേണ്ടവർ അവർ തന്നെയാകും. വളരെ പേരുടെ മോശമായ പെരുമാറ്റത്തിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ന ഇന്ന ആസുരീയ ഗുണമുണ്ട്. അതിനാൽ ബാബ ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു, തൻ്റെ കണക്ക് രാത്രിയിൽ നോക്കണം. ഇന്ന് ഏതെങ്കിലും ആസുരീയ കാര്യം നമ്മൾ ചെയ്തില്ലല്ലോ. ബാബ പറയുന്നു, മുഴുവൻ ആയുസ്സിനിടയിലും എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അത് പറയൂ. ചിലർ കടുത്ത തെറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ സർജനോട് പറയുന്നതിൽ ലജ്ജ വരുന്നു. കാരണം മാനം പോകുമല്ലോ. പറയാതിരുന്നാൽ പിന്നെ നഷ്ടമുണ്ടാകും. മായ അങ്ങനെ അടിക്കുന്നു. അതിലൂടെ പൂർണ്ണമായും സത്യനാശം ഉണ്ടാക്കുന്നു. മായ വളരെ ശക്തിശാലിയാണ്. 5 വികാരങ്ങളുടെ മേൽ വിജയം നേടാൻ കഴിയുന്നില്ലെങ്കിൽ ബാബയും എന്ത് ചെയ്യുവാനാണ്? ബാബ പറയുന്നു, ഞാൻ ദയാഹൃദയനുമാണ്, കാലൻ്റെയും കാലനുമാണ്. എന്നെ വിളിക്കുന്നത് തന്നെ പതീത പാവന വന്ന് പാവനമാക്കൂ എന്നാണ്. രണ്ടും എൻ്റെ നാമങ്ങളാണല്ലോ. ഇങ്ങനെയാണോ ദയാഹൃദയനായിരിക്കുന്നത്? പിന്നെ കാലൻ്റെയും കാലനാണ്. ആ പാർട്ട് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നു. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ആ സന്തോഷമുണ്ട്. അമരനാഥനായ ബാബ പറയുന്നു, നിങ്ങളെല്ലാവരും പാർവതിമാരാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ അമരപുരിയിലേക്ക് പോകും. നിങ്ങളുടെ പാപം നശിക്കുകയും ചെയ്യും. ആ യാത്ര നടത്തുന്നതിലൂടെ നിങ്ങളുടെ പാപം നാശമാകുന്നില്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ യാത്രകളാണ്. ചിലവുകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കുട്ടികളോട് ചോദ്യങ്ങളും ചോദിക്കുന്നു. പക്ഷേ ഞാൻ ഈ മറുപടി പറഞ്ഞു എന്നുള്ള സമാചാരം വരുന്നില്ല. നമ്മൾ കുട്ടികൾ എല്ലാവരും ബ്രഹ്മാവിൻ്റെ സന്താനമായ ബ്രാഹ്മണരാണ്. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചിലവഴിക്കുമല്ലോ. രാജധാനിയും ശ്രീമതനുസരിച്ച് നമ്മൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി രാജ്യവും നമ്മൾ ഭരിക്കും. രാജയോഗം നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ചിലവും നമ്മൾ ചെയ്യും. ശിവ് ബാബയാകട്ടെ അവിനാശി ജ്ഞാനരത്നങ്ങൾ ദാനം നൽകുകയാണ്. അതിലൂടെ നമ്മൾ രാജാക്കന്മാരുടെയും രാജാവാകുന്നു. പഠിക്കുന്ന കുട്ടികൾ ആരാണോ അവർ തന്നെ ചിലവാക്കുമല്ലോ. മനസ്സിലാക്കിച്ചു കൊടുക്കണം, നമ്മൾ നമ്മുടെ ചിലവ് നടത്തുന്നു. നമ്മൾ എന്തെങ്കിലും യാചിക്കുകയോ ഡൊണേഷൻ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ കുട്ടികൾ എഴുതുക മാത്രം ചെയ്യുന്നു. ഇതും ചോദിക്കുന്നു എന്ന്. അതിനാൽ ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെല്ലാമാണോ മുഴുവൻ ദിവസവും സേവനം ചെയ്യുന്നത് അവർ വൈകുന്നേരം കണക്ക് പറയണം. അതിൻ്റെയും അവലോകനം നടത്തേണ്ടത് ആവശ്യമാണ്. പിന്നെ അനേകം പേർ വരുന്നുണ്ട്. അവരെല്ലാം പ്രജയാകുന്നു. ഉയർന്ന പദവി നേടുന്നവർ വളരെ കുറച്ചാണ്.
കുറച്ച് രാജാക്കന്മാരാണ് ഉണ്ടാകുന്നത്, ധനികരും കുറച്ചു പേരാണ് ആകുന്നത്. പിന്നെ ദരിദ്രർ ധാരാളം ഉണ്ടായിരിക്കും. ഇവിടെയും അതേപോലെ ആണ്. അപ്പോൾ ദേവതാ ലോകത്തിലും അങ്ങനെ തന്നെയായിരിക്കും. രാജധാനി സ്ഥാപനമാവുകയാണ്. അതിൽ എല്ലാവരും വേണം നമ്പർമാരായി. ബാബ വന്ന് രാജയോഗം പഠിപ്പിച്ച് ആദി സനാതന ദൈവിക രാജധാനിയുടെ സ്ഥാപനം ചെയ്യിക്കുന്നു. ദേവതാധർമ്മത്തിൻ്റെ രാജധാനി ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ബാബ പറയുന്നു, ഞാൻ വീണ്ടും സ്ഥാപിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ചിത്രങ്ങളും അങ്ങനെയുള്ളത് വേണം. ബാബയുടെ മുരളി കേൾക്കും ചെയ്യും. ദിനം പ്രതിദിനം കറക്ഷൻസും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തൻ്റെ അവസ്ഥയെയും നോക്കിക്കൊണ്ടിരിക്കൂ. എത്ര കറക്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ വന്ന് മാലിന്യത്തിൽ നിന്നും പുറത്തെടുക്കുന്നു. ആര് എത്രത്തോളം വളരെ പേരെ പുറത്തെടുക്കുന്നതിൻ്റെ സേവനം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. കുട്ടികളായ നിങ്ങൾ പൂർണ്ണമായും ഷീർഖണ്ഡായിരിക്കേണ്ടത് ആവശ്യമാണ്. സത്യയുഗത്തേക്കാൾ ബാബ ഇവിടെ നിങ്ങളെ ഉയർന്നവരാക്കുന്നു. ബാബ അതായത് ഈശ്വരൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒന്നിന് തൻ്റെ പഠനത്തിൻ്റെ പ്രഭാവം കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ബാബയും അർപ്പണമാകുന്നത്. മനസ്സിൽ വരണം, ഇപ്പോൾ നമ്മൾ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നതിൻ്റെ തൊഴിൽ തന്നെ ചെയ്യും. ഈ തൊഴിലും മറ്റും ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം തൻ്റെ ഉന്നതിയുടേത് ചെയ്യണം. വളരെ സഹജമാണ്. മനുഷ്യർക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കെ രാജപദവി നേടണം. അതിനാൽ ദിവസവും തൻ്റെ കണക്കെടുക്കൂ. മുഴുവൻ ദിവസത്തിലുമുള്ള നേട്ടവും നഷ്ടവും എടുക്കൂ. കണക്കെടുക്കുന്നില്ലെങ്കിൽ നന്നാവുന്നത് വളരെ പ്രയാസമാണ്. ബാബ പറയുന്നത് അംഗീകരിക്കുന്നില്ല. ദിവസവും നോക്കേണ്ടത് ആവശ്യമാണ്. ആരെയും നമ്മൾ ദുഃഖിപ്പിച്ചില്ലല്ലോ. പദവി വളരെ ഉയർന്നതാണ്, അളവറ്റ സമ്പാദ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ കരയേണ്ടി വരും. റേസ് നടക്കാറുണ്ടല്ലോ. ചിലരാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. ചിലരാണെങ്കിൽ ദരിദ്രനിലും ദരിദ്രനായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടേത് ഈശ്വരീയ മത്സരമാണ്. ഇതിൽ ഏതെങ്കിലും ഓട്ടപ്പന്തയമൊന്നും നടത്തേണ്ടതില്ല. ബുദ്ധി കൊണ്ട് പ്രിയപ്പെട്ട ബാബയെ ഓർമ്മിക്കുക മാത്രം ചെയ്യണം. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചുവെങ്കിൽ ഉടൻ കേൾപ്പിക്കണം. ബാബ, നമ്മളിൽ നിന്നും ഈ തെറ്റുണ്ടായി, കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഈ തെറ്റ് ചെയ്തു. ബാബ പറയുന്നു, തെറ്റും ശരിയും ചിന്തിക്കുവാനുള്ള ബുദ്ധി ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ തെറ്റായ കാര്യം ചെയ്യുവാൻ പാടില്ല. തെറ്റായ കാര്യം ചെയ്തുവെങ്കിൽ ബാബ ക്ഷമിക്കണം എന്ന് പശ്ചാത്തപിക്കണം. കാരണം ബാബ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് കേൾക്കുന്നതിന് വേണ്ടി. ഏതൊരു മോശമായ കാര്യമുണ്ടായാലും ഉടനെ പറയണം, അല്ലെങ്കിൽ എഴുതണം. ബാബ, ഈ മോശമായ കാര്യം ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് പകുതി മാപ്പുണ്ടാകും. ഞാൻ കൃപ കാണിച്ചു കൊള്ളും എന്നല്ല. ചില്ലിക്കാശിൻ്റെ പോലും ക്ഷമയോ കൃപയോ ഉണ്ടാകുന്നില്ല. എല്ലാവർക്കും സ്വയം തന്നെ നന്നാക്കേണ്ടതുണ്ട്. ബാബയുടെ ഓർമ്മയിലൂടെയാണ് വികർമ്മം വിനാശമാവുക. പാസ്റ്റിലേതും യോഗബലത്തിലൂടെ മുറിഞ്ഞു പോകും. ബാബയുടേതായ ശേഷം ബാബയുടെ നിന്ദ ചെയ്യിക്കാതിരിക്കും. സദ്ഗുരുവിൻ്റെ നിന്ദകന് ലക്ഷ്യസ്ഥാനം നേടുവാൻ ആകില്ല. ലക്ഷ്യസ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നു, വളരെ ഉയർന്നതാണ്. മറ്റ് ഗുരുക്കന്മാരുടെ പക്കൽ രാജധാനിയുടെ ലക്ഷ്യസ്ഥാനമില്ല. ഇവിടെ നിങ്ങൾക്ക് എയിം ഓബ്ജക്റ്റ് ഉണ്ട്. ഭക്തി മാർഗത്തിൽ ഏതെങ്കിലും എയിം ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അല്പകാലത്തേക്കാണ്. 21 ജന്മത്തെ സുഖം എവിടെ?
ചില്ലിക്കാശിൻ്റെ അല്പസുഖമെവിടെ? ധനത്തിലൂടെ സുഖമുണ്ടാകുന്നു എന്നല്ല, ദുഃഖവും എത്രയുണ്ടാകുന്നു. ശരി, ആരെങ്കിലും ഹോസ്പിറ്റൽ നിർമ്മിച്ചു എന്നിരിക്കട്ടെ, എങ്കിൽ അടുത്ത ജന്മത്തിൽ രോഗം കുറവായിരിക്കും. പഠിത്തവും കൂടുതൽ കിട്ടും, ധനവും കൂടുതൽ കിട്ടും എന്നല്ല, അതിനുവേണ്ടി വീണ്ടും എല്ലാം ചെയ്യേണ്ടി വരും. ആരെങ്കിലും ധർമ്മശാല ഉണ്ടാക്കുന്നുവെങ്കിൽ അടുത്ത ജന്മത്തിൽ കൊട്ടാരം ലഭിക്കും. ആരോഗ്യത്തോടെ ഇരിക്കും എന്നല്ല, അങ്ങനെയല്ല. അപ്പോൾ ബാബ എത്ര കാര്യങ്ങളാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ചിലരാകട്ടെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലരാണെങ്കിൽ മനസ്സിലാക്കുന്നതേയില്ല. അതിനാൽ ദിവസവും കണക്കെടുക്കൂ. ഇന്ന് എന്ത് പാപം ചെയ്തു, ഈ കാര്യത്തിൽ ഫെയിലായി. ബാബ നിർദ്ദേശം തരും, അപ്പോൾ അങ്ങനെയുള്ള കാര്യം ചെയ്യരുത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇപ്പോൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. കുട്ടികൾക്ക് സന്തോഷത്തിൻ്റെ രസം കയറുന്നില്ല. ബാബയ്ക്ക് എത്ര സന്തോഷമുണ്ട്. ഞാൻ വൃദ്ധനാണ്, ഈ ശരീരം ഉപേക്ഷിച്ച് ഞാൻ പ്രിൻസാകാൻ പോകുന്നയാളാണ്. നിങ്ങളും പഠിക്കുന്നു, അപ്പോൾ സന്തോഷത്തിൻ്റെ രസം കയറണം. എന്നാൽ ബാബയെ ഓർമ്മിക്കുന്നതേയില്ല. ബാബ എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. ഇംഗ്ലീഷും മറ്റും പഠിക്കാൻ വേണ്ടി എത്ര പ്രയത്നിക്കുന്നു. വളരെ ഡിഫിക്കൽറ്റിയും ഉണ്ടാകുന്നു. ഇതാണെങ്കിൽ വളരെ സഹജമാണ്. ഈ ആത്മീയ പഠനത്തിലൂടെ നിങ്ങൾ ശീതളമായി മാറുന്നു. ഇതിൽ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുക മാത്രം ചെയ്യൂ. എങ്കിൽ ഉടനെ തന്നെ അംഗങ്ങൾ ശീതളമാകും. ശരീരം നിങ്ങൾക്കാണല്ലോ ഉള്ളത്. ശിവബാബയ്ക്ക് ശരീരമില്ല. ശ്രീകൃഷ്ണന് അംഗങ്ങളുണ്ട്. കൃഷ്ണൻ്റെ അംഗങ്ങൾ ശീതളം തന്നെയാണ്. അതിനാലാണ് കൃഷ്ണൻ്റെ പേര് വെച്ചിരിക്കുന്നത്. ഇനി കൃഷ്ണൻ്റെ കൂട്ടുകെട്ട് എങ്ങനെ ഉണ്ടാകും? അതുണ്ടാകുന്നത് സത്യയുഗത്തിലാണ്. കൃഷ്ണനും ശീതളമായ അംഗം ഉണ്ടാക്കിയത് ആരാണ്? ഇത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. അതിനാൽ ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കും ഇത്രയും ധാരണ ചെയ്യേണ്ടതുണ്ട്. അടിവഴക്ക് കൂടുന്നത് തികച്ചും പാടില്ല. സത്യം പറയണം. അസത്യം പറയുന്നതിലൂടെ സത്യനാശം ഉണ്ടാകുന്നു. ബാബ കുട്ടികളായ നിങ്ങൾക്ക് ഓൾറൗണ്ടായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. നല്ല നല്ല ചിത്രങ്ങളും തയ്യാറാക്കൂ. അത് പിന്നെ എല്ലാവരുടെയും അടുക്കൽ പോകട്ടെ. നല്ല ചിത്രം കാണുമ്പോൾ പോയി നോക്കാം എന്ന് പറയും. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവരും സമർത്ഥരായിരിക്കണം. സേവനം ചെയ്യുവാനും പഠിക്കണം. നല്ല ബ്രാഹ്മണിമാരും വേണം. അവർ തനിക്ക് സമാനമാക്കി മാറ്റണം. ആരാണോ തനിക്ക് സമാനം മെസ്സഞ്ചറാക്കി മാറ്റുന്നത് അവരെ നല്ല ബ്രാഹ്മണി എന്ന് പറയും. അവർ ഉയർന്ന പദവിയും നേടും. ബേബി ബുദ്ധിയും പാടില്ല, അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകും. രാവണ സമ്പ്രദായമാണല്ലോ. പിന്നീട് സെൻറ്റർ പരിപാലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബ്രാഹ്മണികളെ തയ്യാറാക്കൂ. ശരി. മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയെ തൻ്റെ പഠനത്തിൻ്റെ പ്രഭാവം കാണിച്ചു കൊടുക്കണം. ഭാരതത്തെ സ്വർഗമാക്കുന്നതിൻ്റെ തൊഴിലിൽ മുഴുകണം. ആദ്യം തൻ്റെ ഉന്നതിയുടെ ചിന്ത വയ്ക്കണം. പാലും പഞ്ചസാരയും പോലെ കഴിയണം. ഏതെങ്കിലും തെറ്റുണ്ടായെങ്കിൽ ബാബയിൽ നിന്നും ക്ഷമ വാങ്ങി സ്വയം തന്നെ നന്നാക്കണം. ബാബ കൃപ കാണിക്കുന്നില്ല. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മങ്ങൾ ഇല്ലാതാക്കണം. നിന്ദ ചെയ്യിക്കുന്ന ഏതെങ്കിലും കർമ്മം ചെയ്യരുത്. വരദാനം: നോളജ് ഫുള്ളിൻ്റെ വിശേഷതയിലൂടെ സംസ്കാരങ്ങളുടെ ഉരസലുകളിൽ നിന്നും സുരക്ഷിതരാകുന്ന കമലപുഷ്പ സമാനം വേറിട്ടവരും സാക്ഷിയുമായി ഭവിക്കട്ടെ.
അവസാനം വരെയും ചിലരുടെ സംസ്കാരം ദാസിയുടേതായിരിക്കും, ചിലരുടേത് രാജാവിൻ്റേതായിരിക്കും. സംസ്കാരങ്ങൾ മാറട്ടെ എന്ന് കാത്തിരിക്കരുത്. എന്നാൽ എൻ്റെ മേൽ ആരുടെയും പ്രഭാവം ഉണ്ടാകരുത്. കാരണം ഒന്നാമതായി ഓരോരുത്തരുടെയും സംസ്കാരം വ്യത്യസ്തമാണ്. രണ്ടാമതായി മായയുടെയും രൂപമായി വരുന്നു. അതിനാൽ ഏതൊരു കാര്യത്തിൻ്റെ തീരുമാനവും മര്യാദയുടെ രേഖയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നടത്തൂ. ഭിന്ന ഭിന്ന സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ഉരസലുകൾ ഉണ്ടാകരുത്. ഇതിനുവേണ്ടി നോളജ്ഫുള്ളായി കമലപുഷ്പ സമാനം വേറിട്ടവരും സാക്ഷിയുമായി ഇരിക്കൂ. സ്ലോഗൻ: ബലപൂർവം അഥവാ പ്രയത്നിക്കുന്നതിന് പകരം രമണീകതയോടെ പുരുഷാർത്ഥം ചെയ്യൂ. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയുടെയും പ്യൂരിറ്റിയുടെയും പേഴ്സണാലിറ്റി ധാരണ ചെയ്യൂ. പവിത്രത സുഖശാന്തിയുടെ ജനനിയാണ്. എവിടെ പവിത്രതയുണ്ടോ അവിടെ ദുഃഖവും അശാന്തിയും വരിക സാധ്യമല്ല. അപ്പോൾ ചെക്ക് ചെയ്യൂ, സദാ സുഖത്തിൻ്റെ ശയ്യയിൽ വിശ്രമപൂർവം, അതായത് ശാന്ത സ്വരൂപത്തിൽ വിരാജിതനായി ഇരിക്കുന്നുണ്ടോ? ഉള്ളിൽ എന്തുകൊണ്ട്, എന്ത്, എങ്ങനെ എന്നിവയുടെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അതോ ഈ ആശയക്കുഴപ്പങ്ങൾക്കുപരി സുഖസ്വരൂപ സ്ഥിതിയിൽ ഇരിക്കുകയാണോ? ഓം ശാന്തി. ഓം ശാന്തി. ഏകാന്തമായിരുന്ന് അന്തർമുഖ അവസ്ഥയിൽ ആത്മഭാവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ദേഹമാകുന്ന രഥത്തിൽ ദേഹിയായ ഞാൻ സാരഥിയായി സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്, പവിത്രതയാണ്. ശാന്തിയുടെയും പവിത്രതയുടെയും ആത്മീയ തരംഗങ്ങൾ ആത്മസ്വരൂപത്തിൽ നിന്നും നാനാഭാഗത്തും വ്യാപിക്കുന്നു. ജ്യോതി സ്വരൂപ ആത്മാവായ ഞാൻ ബുദ്ധിബലത്താൽ ദേഹത്തിൻ്റെ ആധാരം വേർപെടുത്തി പരംധാം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഈ ജ്യോതി ദേശം എത്ര ശാന്തി നിറഞ്ഞതാണ്, എത്ര സ്വീറ്റ് സൈലൻസ് നിറഞ്ഞ. ഈ ദിവ്യലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ അനുഭവവേദ്യമാകുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ഗഹനത ഞാൻ അനുഭവിക്കുന്നു. ഈ ജ്യോതി ദേശത്തിലെ പരമജ്യോതിയായ പരമാത്മാവിൻ്റെ ദിവ്യ സ്വരൂപത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. പരമാത്മാവിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്ത് മന്മനാഭവ മന്ത്രത്തിൻ്റെ സ്വരൂപമായി ഞാൻ മാറുന്നു.
ഈ ശ്രേഷ്ഠ സംഘത്തിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ആത്മാവിൽ സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്നു. സർവ ആത്മീയ ഗുണങ്ങളുടെയും ശക്തികളുടെയും സമ്പന്നത കൈവരുന്നു. സംഗമയുഗത്തിൽ മാത്രം ലഭിക്കുന്ന ഈ പരമാത്മാ കൂടിക്കാഴ്ചയുടെ ശ്രേഷ്ഠ സൗഭാഗ്യം ഞാൻ ആസ്വദിക്കുന്നു. ഈ പരമാത്മാ സംഘത്തിലൂടെ പ്രാപ്തമായ സമ്പന്ന അവസ്ഥ നിലനിർത്തി ഞാൻ ദേഹമാകുന്ന രഥത്തിൽ സാരഥിയായി യോഗയുക്ത അവസ്ഥയിൽ അവതരിക്കുന്നു.